ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ കുറച്ച് ഡേറ്റാസാണ്. ഒന്ന്, ഹോർമസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പോകുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർ ഈസ് ഗോയിങ് ടു എൻഡ് സൂൺ എന്നുള്ള ഒരു വേർഡ് പുള്ളിക്കാരനൊരു ടെലി ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിരുന്നു. ഈ ഒരു ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസസ് വളരെ ഹൈയിലേക്ക് പോകുന്നത് കാരണം അതിനെതിരെ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ആക്ഷൻസ് എല്ലാ രാജ്യങ്ങളും കൂട്ടത്തോടെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് വരുന്നുണ്ട്. സോ ഇതെല്ലാം കാരണം ക്രൂഡ് ഓയിൽ ഇന്നലെ ഓൾമോസ്റ്റ് 120+ പോയിട്ട് തിരിച്ച് താഴേക്ക് വന്നു. 100ന് താഴെ, ഇടയ്ക്ക് 88ലേക്കൊക്കെ താഴെ വരുന്നതായിട്ട് കണ്ടു. സോ 11,000ൻ്റെ മുകളിൽ നമ്മുടെ ഇവിടെ ക്രൂഡ് ഓയിൽ നമ്മൾ കണ്ടുവെങ്കിൽ ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്ന 8,400 റേഞ്ചിലാണ്. അതായത് 100 രൂപയുള്ള ഒരു സാധനം ഒറ്റയടിക്ക് 160ലേക്ക് പോയിട്ട് തിരിച്ച് 100-നടുത്തേക്ക് വരുന്നു എന്നുള്ള, അല്ലെങ്കിൽ 120ലേക്ക് വരുമ്പോൾ ആ 120 ന്യൂ നോർമലായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഓൾമോസ്റ്റ് 5,800 നിന്ന് ഇത് ഓൾമോസ്റ്റ് 8,000 വന്ന് 8,000-ൽ നിന്ന് അടുത്ത് 11,000 അടുപ്പിച്ച് 10,400 റേഞ്ചിലേക്ക് പോയിട്ട് തിരിച്ച് വീണ്ടും 8,800 റേഞ്ചിലേക്ക് തിരിച്ച് വരുന്നു. സോ ഇപ്പോൾ തിരിച്ച് വീണ്ടും 5,600ലേക്കോ 6,000 സംതിങ്ങിലേക്കോ വരാനുള്ള ഒരു റീസൺ വന്നിട്ടില്ല. എന്നാൽ ആ പാനിക് സിറ്റുവേഷൻ ഒന്ന് കുറഞ്ഞപ്പോഴേക്കും അതൊന്ന് നോർമലൈസ് ചെയ്യുന്നതാണ് ഒരു 9,000 റേഞ്ചിൻ്റെ അടുത്തായിട്ട്. സോ അതവിടെ സംഭവിക്കുന്നുണ്ട്. അത് കാരണം നമ്മുടെ മാർക്കറ്റിലും മൊത്തത്തിൽ ഗ്ലോബൽ മാർക്കറ്റിലും അമേരിക്കൻ മാർക്കറ്റിനകത്തൊക്കെ ഒരു ഓക്കെ സിറ്റുവേഷൻ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇന്ന് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് 24,300 റേഞ്ച്, അതായത് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ റേഞ്ചിലേക്ക് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇന്നലെ വളരെ വലിയൊരു ഗ്യാപ്പ് ഡൗണിലായിരുന്നു. എന്നിട്ട് അത് പതുക്കെ കയറാൻ തുടങ്ങി, കയറി ഓൾമോസ്റ്റ് വന്നു. അപ്പോൾ ഈ ഒരു കയറ്റത്തിൽ നിന്ന് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയാണ് അല്ലേ. ഈ താഴെ ഓപ്പൺ ചെയ്തു താഴേക്ക് പോയി തിരിച്ച് സ്ലോലി വന്ന് ഇന്നലെ അവസാനം 3 മണി റേഞ്ചിലൊക്കെ ആയപ്പോഴേക്കും അത് ഓൾമോസ്റ്റ് അതിൻ്റെ ഹയർ റേഞ്ച് ബ്രേക്ക് ചെയ്ത് നിൽക്കുമായിരുന്നു. റേഞ്ച് ബ്രേക്ക് ചെയ്ത് നിന്നെങ്കിലും ആ വാറിൻ്റെ ഫിയർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സോ ഇത് കാരണം ഒരു സി എടുത്താലും അതിനെ ഹോൾഡ് ചെയ്യാൻ ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവും. പി എടുത്താലും നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ള അറിയില്ല. അങ്ങനത്തെ ഒരു പാനിക് സിറ്റുവേഷൻ അവിടെയുണ്ട്. സോ BTST എന്നുള്ളത് ഒരു വാറിൻ്റെ കാലഘട്ടത്തിൽ ഒഴിവാക്കേണ്ട ഒരു സംഭവമാണ്. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒന്നുകിൽ നമുക്കൊരു 50% ലാഭം കിട്ടും, ഇല്ലെങ്കിൽ 50% നഷ്ടവും വരും. ലാഭം കിട്ടുന്ന ലാഭം എപ്പോൾ വേണമെങ്കിലും എടുക്കാം. പക്ഷേ 50% നഷ്ടം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ 50% കവർ ചെയ്യണമെങ്കിൽ ബാക്കി ഉള്ള 50 രൂപ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50 രൂപയാണ് ക്യാപിറ്റൽ, മൊത്തം 100 രൂപ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. അതിന് 150 രൂപ ആകുന്നത് 50% ലാഭം നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ 100-ൽ നിന്ന് അത് 50% കട്ടായി പോയാൽ 50 രൂപയെ ബാക്കിയുള്ളൂ. ആ 50ൻ്റെ 100% എടുത്താൽ മാത്രമേ തിരിച്ച് നമുക്ക് 100ലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. സോ അത് 50 രൂപ ലാഭം കിട്ടുന്നതിനേക്കാളും റിസ്ക് കൂടുതലാണ് 50 രൂപ നഷ്ടം എടുക്കുക എന്നുള്ളത്. സോ അത് കാരണം ആ നഷ്ടം വളരെ ഹൈ ആണ്, റിസ്ക് കൂടുതലും ലാഭം കുറവാണ് എന്നുള്ളത് കാരണം BTST വാറിൻ്റെ ടൈമിൽ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലാണ്. അപ്പോൾ അടുത്ത ലെവൽ ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് 24, ഇന്നലെ പറഞ്ഞിരുന്നു ഓൾമോസ്റ്റ് 660, 720 നമ്മുടെ സപ്പോർട്ടായിട്ട് പറഞ്ഞിരുന്നത്. 720-നും 920-ൻ്റെ ഇടയിലൊരു ബോക്സ് ഉണ്ടായിരുന്നു. ഇതിനുള്ളിൽ പതുക്കെ സ്ലോലി മൂവ് ചെയ്തു, അത് ഓൾമോസ്റ്റ് 24,000 ബ്രേക്ക് ചെയ്തു. ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് 24,100, 240, 350, 440 റേഞ്ചാണ്. നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത 350-ൻ്റെ മേളിലാണ്.
അപ്പോൾ അടുത്ത് 400 റേഞ്ചിലുള്ള ഈ ഒരു ബോക്സ് ആയിരിക്കും നമുക്ക് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുക. ഈ റെസിസ്റ്റൻസിൽ നിന്ന് അടുത്ത 520, 600 ആണ് അടുത്ത ടാർഗറ്റ്സ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാനുള്ളത്. സോ ഓപ്പൺ ചെയ്യുന്ന എവിടെ ആയിരിക്കും? 350 അടുത്തായിരിക്കാം. 350 നിന്ന് 440 റെസിസ്റ്റൻസ് ഉണ്ടാവും. 440 കഴിഞ്ഞാൽ 520, അത് കഴിഞ്ഞ് 600, 720, 800 നമ്മുടെ ഫൈനൽ ടാർഗറ്റ്സ് എന്ന് പറയുന്നത്. വരും ദിവസങ്ങളിലാണ് ഇന്ന് സംഭവിക്കുന്നത് എന്നുള്ളതല്ല ഞാൻ അവിടെ സൂചിപ്പിച്ചത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ബോക്സിനകത്ത് ഇവിടെ സംഭവിച്ചതുപോലെ ഈ ഒരു ബോക്സിനകത്തെങ്കിലും നിന്ന് ഒരു 24,500 മേളിൽ നിന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളാണ് മാർക്കറ്റ്. പുതിയ പൊസിഷനൊന്നും എടുക്കാറായിട്ടില്ല. 24,800 മേളിൽ മാത്രമേ പൊസിഷൻ എടുക്കാനുള്ളൂ. ഇല്ല, താഴെ പോയിരുന്നെങ്കിൽ ഒരു 23,400 എടുക്കാമായിരുന്നു. താഴെ പോയിട്ടില്ല. നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ട്രേഡിംഗ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ സപ്പോർട്ട് 24,240, 100, 24 താഴത്തെ സപ്പോർട്ട്. മേളിലേക്കുള്ളത് ഞാനിപ്പോൾ ഓൾറെഡി 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സോ ക്രൂഡ് ഓയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ 8,800 ഞാൻ പണ്ട് പറഞ്ഞിരുന്ന സപ്പോർട്ടാണ്. മാർക്കറ്റ് കയറി പോകുന്ന സമയത്ത് ആ 8,800 തന്നെ നമ്മുടെ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. അടുത്തൊരു 9,200 റേഞ്ച് അടുത്ത ടാർഗറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. താഴെ നമ്മുടെ സപ്പോർട്ട് ഓൾറെഡി ചാർട്ടിനകത്ത് ഉണ്ട്, 8,400. ഓക്കെ, അടുത്ത് താഴേക്ക് ഒരു 8,000 റേഞ്ച് തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ തന്നെ പോട്ടെ. സാധാരണ നമ്മളൊരു 44 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഇല്ലെങ്കിൽ ഒരു 48 പോയിൻറ്റ്സിൻ്റെയൊക്കെയാണ് ടാർഗറ്റ് പറയുന്നതെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റിനകത്ത് 5 ഇരട്ടിയാണ് നമ്മൾ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കീപ്പ് ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് ക്രൂഡ് ഓയിൽ. നാച്ചുറൽ ഗ്യാസ് കുറച്ചൊന്ന് കാമാണ്. ക്രൂഡ് ഓയിലാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം. ചെറിയൊരു വീഡിയോ ആക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഇവിടെ അനാലിസിസ് ഉണ്ടാവും. നിങ്ങൾക്ക് റിയൽ ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് യൂസ് ഉണ്ടാവും. സോ എന്നും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ, ട്രേഡ് സേഫ്.